പ്രിയപ്പെട്ടവരെ, ദുഃഖവെള്ളിയുടെ അല്ലെങ്കിൽ ഗുഡ് ഫ്രൈഡേയുടെ ചിന്തകളാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുക. ദുഃഖവെള്ളിയാഴ്ച അല്ലെങ്കിൽ നല്ല വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ 4 കാര്യങ്ങളാണ് ഇന്ന് ധ്യാന വിഷയമാക്കുക. ഒന്നാമതായിട്ട് സഹനം, രണ്ടാമതായിട്ട് മരണം, മൂന്നാമതായിട്ട് കുരിശ്, നാലാമതായിട്ട് സ്വർഗീയ നിശബ്ദത. നമ്മൾ ഒന്നാമത്തെ സഹനമെന്ന് പറയുമ്പോൾ ബൈബിൾ പുതിയ നിയമത്തിൽ ഈശോയുടെ ശാരീരിക പീഡകളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമുക്ക് 4 സുവിശേഷകന്മാരിൽ നിന്നും മനസ്സിലാകുന്നു. എന്നാൽ ശരീരത്തിൻ്റെ പീഡനം മാത്രമല്ല, മനസ്സിൻ്റെ സഹനങ്ങൾ, ആത്മാവിൻ്റെ സഹനങ്ങൾ, അവയെ കൂടി ധ്യാന വിഷയമാക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. മനസ്സിൻ്റെ സഹനം എപ്പോഴാണ് അനുഭവിക്കുക? പല വിധത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമതായിട്ട് ശിഷ്യന്മാർ, കൂടെയുള്ളവർ ഒളിക്കുന്ന സമയം, ഈശോയുടെ ശരീരത്തിൻ്റെ സഹനങ്ങൾ അല്ലെങ്കിൽ ഈശോയെ കുറ്റവാളിയായി പിടിക്കപ്പെടുമ്പോഴൊക്കെ എല്ലാവരും ഉപേക്ഷിക്കുമ്പോഴുള്ള ഒറ്റപ്പെടൽ, തൻ്റെ ശിഷ്യന്മാരിൽ ഒരുവൻ തന്നെ ഒറ്റ കൊടുക്കുമ്പോഴുണ്ടാകുന്ന മാനസിക വ്യഥ, ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്ന് പറയുന്ന പത്രോസ് ലീഹ 3 പ്രാവശ്യം തള്ളിപ്പറയും എന്ന് പറയുമ്പോഴുണ്ടാവുന്ന വേദന, മാത്രമല്ല കൂടെ നടന്ന് ഈശോ ഒരുപാട് ജനങ്ങളോട് സുവിശേഷം പറയുമ്പോഴും ഈ ജനങ്ങളൊന്നും മനസ്സിലാകാതെ ആകുമ്പോൾ ഈശോ പറയുന്നില്ലേ, ഒരു പിടക്കോഴി കുഞ്ഞുങ്ങളെ കൊണ്ട് നടക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ കൊണ്ട് നടന്നു, എന്നിട്ടും എന്തേ നിങ്ങൾ എന്നിൽ നിന്നും അകന്നു പോകുന്നത്? ജെറുസലേം ദേവാലയത്തെ നോക്കി ഈശോ കരഞ്ഞതായിട്ട് പറയുന്നില്ലേ? ഇതൊക്കെ മനസ്സിൻ്റെ സഹനങ്ങളായിട്ട്, സങ്കടങ്ങളായിട്ടാണ് ഞാൻ കാണുന്നത്. ആത്മാവിൻ്റെ സഹനം മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം മരുഭൂമിയിലേക്ക് ഈശോയെ പരീക്ഷയ്ക്കായിട്ട് നയിക്കുന്നത് ആത്മാവിനാൽ നയിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. അവിടെ പരീക്ഷണങ്ങളെല്ലാം നടക്കുന്നത് തൻ്റെ ദൈവത്വത്തെക്കുറിച്ചുള്ള സഹനങ്ങളാണ്. വീണ്ടും മാമോദീസ മുങ്ങുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം നിറച്ചുകൊണ്ട് ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന് പറയുന്നതും, താബോർ മലയിൽ ഈശോയുടെ രൂപാന്തരീകരണ വേളയിലും സാക്ഷ്യപ്പെടുത്തുന്നതിന് കാരണം അവൻ്റെ ആത്മാവിൻ്റെ സഹനങ്ങളിൽ നിന്ന് അവനെ സംരക്ഷിക്കുക എന്ന ബോധ്യത്തോടു കൂടിയാണ്. അപ്പോൾ നമ്മെ സംബന്ധിച്ച് ഇതുപോലെ തന്നെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും സഹനങ്ങളുണ്ട്. ഈ സഹനങ്ങളുടെ പൂർത്തീകരണമാണ് ദുഃഖവെള്ളിയാഴ്ച അല്ലെങ്കിൽ നല്ല വെള്ളിയാഴ്ച. രണ്ടാമതായിട്ട് മരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈശോ മാത്രമാണ് ഈ ലോകത്തിലേക്ക് മരിക്കുവാൻ വേണ്ടി വന്നത്. ഫുൾട്ടൻ ജേഷീൻ വ്യക്തമായി പറയുന്നു, ജനിച്ചതും മരിച്ചതും. ജനനം ഈശോയെ സംബന്ധിച്ച് മനുഷ്യരുടെ കൂടെ ആയിരിക്കുവാൻ വേണ്ടിയുള്ള ഒരു വാതിൽപ്പടിയിലൂടെയുള്ള യാത്രയാണെങ്കിൽ, മരണം തൻ്റെ ദൗത്യം പൂർത്തീകരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ അടുക്കലേക്ക് തിരിച്ചെത്തുവാനുള്ള പൂർത്തീകരണത്തിൻ്റെ വാതിലാണ്. ഈശോനാഥൻ പഠിപ്പിക്കുന്നത്, ക്രൈസ്തവരായ ഈശോയുടെ പിന്നാലെ നടക്കുന്ന നമ്മളെല്ലാവരും തന്നെ ഈ വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് മരണം വഴി ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്നാണ്. ഈ ഭൂമിയിലേക്ക് വന്നവരെല്ലാവരും തന്നെ ക്രിസ്തുവിൽ നിന്നും വന്നവരാണ്, ക്രിസ്തുവിലേക്ക് തിരിച്ചു പോകുവാനുള്ളവരാണ്. ദൈവത്തിൽ നിന്ന് വന്നവർ ദൈവത്തിങ്കിലേക്ക് പോകുവാനുള്ളവർ. ആദ്യന്തസ് ഡോക്യുമെൻറ്റിൽ 2-ാം അധ്യായത്തിലാണ് ഇതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ യാത്ര ദൈവത്തിങ്കിലേക്ക് തിരിച്ചെത്തുവാനുള്ളതാണ്. ആയതിനാൽ മരണത്തെ ഒരു ദൗത്യത്തിൻ്റെ പൂർത്തീകരണമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ടാണ് സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നത്, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ല എങ്കിൽ അത് അതേപടി ഇരിക്കുന്നു. ആയതിനാൽ ഗോതമ്പ് മണിയായി തീരുവാനുള്ള വലിയ ഓർമ്മപ്പെടുത്തലാണ് ഈ ദുഃഖവെള്ളിയാഴ്ച അല്ലെങ്കിൽ നല്ല വെള്ളിയാഴ്ച. മൂന്നാമതായിട്ട് കുരിശ്.
എന്തുകൊണ്ടാണ് ഈശോയുടെ കുരിശു മരണം? ഇവിടെ ആദ്യം തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യം, എന്തുകൊണ്ടാണ് ഈശോ കാലിത്തൊഴുത്ത് തിരഞ്ഞെടുത്തതെന്നാണ്. ഏറ്റവും പാവപ്പെട്ടവന് വരെ വന്നെത്താവുന്ന സ്ഥലമാണ് കാലിത്തൊഴുത്ത്. രാജാവിനും ഭിക്ഷക്കാരനും ഏതൊരു മനുഷ്യനും ജാതി മത വർഗ വർണ്ണമില്ലാതെ എല്ലാവർക്കും കടന്നു വരാവുന്ന ഒരിടമാണ് ഈശോ ജനിച്ച കാലിത്തൊഴുത്തെങ്കിൽ കൊടുക്കുറ്റവാളി കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു പീഡനമാണ് അല്ലെങ്കിൽ വിധിയാണ് കുരിശ്. ഇതിനേക്കാൾ വലിയ ഒരു വിധി ഇനി ഉണ്ടാവില്ല. അപ്പോൾ ഏറ്റവും കൊടും കുറ്റവാളിയോട് കൂടെ പോലും പക്ഷം ചേരുവാനുള്ള നല്ല ദൈവത്തിൻ്റെ വലിയ കാരുണ്യമാണ് ഈ കുരിശ്. അപ്പോൾ മരണവും കുരിശും ഇതൊക്കെ എല്ലാ വിധികളെയും മായ്ച്ചു കളയുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പൂർത്തീകരണമാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് കുരിശ്. കുരിശിലാണ് രക്ഷ. നമുക്കറിയാം, കുരിശില്ലാതെ നമുക്കൊരിക്കലും നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന് അർത്ഥമുണ്ടാവില്ല. ആയതിനാൽ കുരിശിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച്, സഹനത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് ഈശോ പഠിപ്പിക്കുകയാണ്. നാലാമതായിട്ട് സ്വർഗീയ നിശബ്ദത. ദുഃഖവെള്ളിയാഴ്ച കൂടുതലായിട്ട് പറയുമ്പോൾ ഗുഡ് ഫ്രൈഡേ നല്ല വെള്ളിയാഴ്ചയായിത്തീരുന്നത് നിശബ്ദ ധ്യാനത്തിലൂടെയാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിത ദൗത്യത്തെക്കുറിച്ച് ഈശോ നമുക്ക് നൽകിയ വലിയ സന്ദേശം ഉൾക്കൊള്ളുവാനുള്ള ധ്യാനം. നമുക്കറിയാം, ദൈവപിതാവിൻ്റെ കമ്മീഷൻ സ്വീകരിച്ചുകൊണ്ട് കടന്നു വന്ന ഒരു വ്യക്തിയാണ് മനുഷ്യപുത്രനായ ഈശോ. നമുക്കറിയാം, മുനമ്പം പശ്ചാത്തലത്തിൽ നമുക്ക് ചിന്തിക്കുമ്പോൾ ഗവൺമെൻറ് ഒരു കമ്മീഷനെ ഏൽപ്പിക്കുന്നത് പോലെ തന്നെ പിതാവായ ദൈവം പുത്രനായ ഈശോയെ കമ്മീഷൻ ചെയ്ത് അയക്കുകയാണ്. എന്തിനു വേണ്ടി? ദൈവപിതാവിൻ്റെ മനസ്സ് പറഞ്ഞു തരുവാൻ വേണ്ടി. ദൈവപിതാവിൻ്റെ മനസ്സ് പറഞ്ഞു തരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവപിതാവിൻ്റെ മാത്രമല്ല, ഈ പുത്രൻ്റെയും മനസ്സ് എങ്ങനെയാണെന്ന്. അങ്ങനെ ദൈവപിതാവിനെ പകർന്നു തരുന്ന ആ പുത്രൻ്റെ മനസ്സ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ കമ്മീഷൻ എന്താണെന്ന് മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ ദൈവപിതാവിൻ്റെയും പുത്രൻ്റെയും ഇഷ്ടം മനസ്സിലാക്കുന്നു. ഇതൊക്കെ നിശബ്ദമായിട്ട് ധ്യാനിക്കുവാനുള്ള അവസരമാണ് നല്ല വെള്ളിയാഴ്ച. അതുകൊണ്ട് ഇംഗ്ലീഷിൽ പറയുന്നത് പോലെ ഇത് ഗുഡ് ഫ്രൈഡേ ആണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിലെ സഹനവും മരണവും കുരിശും നിശബ്ദമായിട്ട് ധ്യാനിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതിയോട് ചേർന്ന് നിൽക്കുവാൻ, നമ്മുടെ ജീവിതം യഥാർത്ഥത്തിൽ മാമോദീസ് വഴി തുടങ്ങിയ ആ ജീവിതം അതിനെ അവസാനിപ്പിക്കുമ്പോൾ പൂർത്തീകരണമാക്കി കർത്താവ് പറഞ്ഞതുപോലെ എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്ന് പറയുവാനുള്ള കൃപാവരം നമ്മൾക്ക് നൽകണമെന്ന് ഈ ദിവസം പ്രാർത്ഥിക്കാം. ദുഃഖവെള്ളിയാഴ്ചയുടെ, നല്ല വെള്ളിയാഴ്ചയുടെ എല്ലാ പ്രാർത്ഥനാശംസകളും നിങ്ങൾക്ക് ഏവർക്കും നേരുന്നു.